ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കാണുന്ന ചെടിയുടെ പേരറിയാത്തവരുണ്ടോ? ഇതാണ് കേട്ടോ നമ്മുടെ പോയിൻസെറ്റിയ, ക്രിസ്മസ് പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ചെടി. ക്രിസ്മസ് നാളുകളിൽ അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കുന്ന പോയിൻസെറ്റിയ നമ്മുടെ വീടിനുള്ളിലും പുറത്തും ഒക്കെ വളർത്തിയെടുക്കാറുണ്ട്. തണുപ്പു കാലത്താണ് ഈ ചെടി ഇത്രയും വർണ്ണാഭമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുക. അമിതമായ തണുപ്പ് ഈ ചെടിക്ക് ദോഷം തന്നെയാണ്. വളരെ കൂടിയ അളവിൽ വെള്ളം നൽകുന്നതും കുറഞ്ഞ അളവിൽ വെള്ളം നൽകുന്നതും ഈ ചെടിയുടെ വളർച്ചയെ ബാധിക്കും കേട്ടോ. ചെടികൾ വളർത്തുന്ന ചട്ടിയിൽ മേൽമണ്ണ് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വരണ്ടിരിക്കുന്നൊരു അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതിന് ചെടിയിലെ കടയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പോട്ടിംഗ് മിശ്രിതത്തിൽ ഈർപ്പം നിലനിർത്താനായിട്ട് നമ്മൾ കുറഞ്ഞ അളവിൽ ചകിരിച്ചോറ് കൂടി ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. നമ്മുടെ ചെടി നട്ടുപിടിപ്പിക്കുന്ന ചട്ടി അതിനകത്ത് വെള്ളം വാർന്നു പോവാനുള്ള ഹോൾസ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. അങ്ങനെ വെള്ളം വാർന്നു പോകാനുള്ള ഹോൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിയുടെ വേരെല്ലാം ചട്ടിയിൽ നിന്നിട്ട് ആകെ ചീഞ്ഞ് നാശമായിട്ട് പോകും. അതുപോലെ തന്നെയാണ് ചെടിച്ചട്ടി പൊതിഞ്ഞിട്ട് ആകർഷകമാക്കാനായിട്ട് പലരും കനം കുറഞ്ഞ പോളിത്തീൻ കവറുകൾ വെച്ചിട്ട് ഈ ചട്ടിയുടെ മേൽഭാഗത്ത് വെച്ചിട്ട് ഈ ഇല ഇങ്ങനെ കവർ ചെയ്ത് നിർത്തും. അത് നമുക്ക് കാണുമ്പോൾ നല്ല ബൊക്കയൊക്കെ പോലെ തോന്നും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ വെച്ച് കവർ ചെയ്ത് നിർത്തുമ്പോൾ അതിനകത്ത് ഈർപ്പം നിന്നിട്ട് ചെടി നാശമായി പോവാനാണ് സാധ്യത കൂടുതൽ. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം കവറുകളെല്ലാം നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ ഈ ചെടി നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വേണം കേട്ടോ വെച്ച് വളർത്താനായിട്ട്. ഏകദേശം ഒരു 6 മുതൽ 8 മണിക്കൂർ വരെയൊക്കെ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് വേണം കേട്ടോ നമ്മൾ ഈ ചെടി വെക്കാനായിട്ട്. ഇത് നമ്മുടെ ഔട്ട്ലെറ്റിൽ നല്ല വെയിലത്താണ് നിൽക്കുന്നത്. തണുപ്പ് കാലത്ത് ചെടിയുടെ വേരുകളിലൊക്കെ നമ്മൾ പുതയിടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥയുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടിട്ട് പെട്ടെന്ന് നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ വളർന്നു വരും. അപ്പോൾ ഇത് നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്നിരിക്കുന്ന സ്റ്റോക്കുകളാണ് കേട്ടോ. ഇതിനകത്ത് റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്. പോയിൻസെറ്റിയ എന്ന ഈ സുന്ദരി പലയിടത്തും പല റേറ്റിലാണ് കേട്ടോ. ഇതൊക്കെ സീസൺ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ വരുമ്പോൾ പലരും പല പല റേറ്റുകളിൽ ചെടികൾ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനായാലും പലയിടത്തും അന്വേഷിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ സൈസ് അനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത്. 300 മുതൽ 350 രൂപയുടെ ആ റേഞ്ചിലാണ് കേട്ടോ റേറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ചെറിയ രീതിയിൽ ഒരു ശ്രദ്ധയും പരിചരണമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിറയെ പൂക്കൾ നിൽക്കുന്ന അതേ ഒരു ഫീലോട് കൂടി തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തും ഈ ചെടികൾ കാണാനായിട്ട് കഴിയും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പോയിൻസെറ്റിയയുടെ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.